പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭാരതീയ ചിന്താധാരകളിൽ എല്ലാ തിങ്കളാഴ്ച ദിവസങ്ങളിലും നമ്മൾ കേൾക്കാറുള്ളത് ആചാരങ്ങളെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം വിവരിക്കുകയുണ്ടായി, ഭാരതമായിട്ട് നിലനിന്നതും നിലനിൽക്കുന്നതും ഈ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൂടെയാണ് എന്ന്, അതേപോലെ വേദങ്ങളിലൂടെയല്ല എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഈ രണ്ട് കമന്റുകൾക്കും വളരെ ഗഹനമായ സന്ദേശമുണ്ട്. ആചാര പ്രഭവോ ധർമ്മ ധർമ്മസ്യ പ്രഭുരച്യുത. ആചാരങ്ങളിലൂടെയാണ് ധർമ്മം നിലനിൽക്കുന്നത്. എല്ലാ വ്യക്തികൾക്കും അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ആചാരങ്ങള് ധർമ്മശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ധർമ്മശാസ്ത്രമാണ് ഭാരതത്തിന്റെ അടിസ്ഥാനം എന്ന് ഞാൻ പറഞ്ഞത്. വേദങ്ങളിൽ നൽകിയിരിക്കുന്ന സന്ദേശങ്ങള് അത് അത്യുജ്വലങ്ങളായ സന്ദേശങ്ങള് 4+1 5 വേദങ്ങളിലും നൽകിയിട്ടുണ്ട്. അതിൻ്റെ പ്രാവർത്തികമാക്കാനുള്ള ഒരു കോഡിഫൈഡ് പദ്ധതിയാണ് ധർമ്മശാസ്ത്രം. ധർമ്മശാസ്ത്രത്തിൽ വിവരിക്കുന്നത് ആചാരങ്ങളുടെ സമൂഹമാണ്. അപ്പൊ പലരും ധർമ്മശാസ്ത്രം വായിച്ചിട്ടില്ല, കേട്ടിട്ടില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന, കേൾക്കുന്ന, ചിന്തിക്കുന്ന, പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലെല്ലാം പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഈ ധർമ്മശാസ്ത്രത്തിന്റെ സ്വാധീനമുണ്ട്. ആ ധർമ്മശാസ്ത്രം ബൈഹാർട്ടായിട്ട് പഠിക്കാൻ വിഷമാണ്. അത് അതേപോലെ ഓർത്തിരിക്കാൻ വിഷമാണ്. അതുകൊണ്ട് ഓർമ്മകള് മായുമ്പോൾ പുതിയത് ചേർക്കാൻ സ്വാതന്ത്ര്യമുള്ളത് കൊണ്ടാണ് ധർമ്മശാസ്ത്രത്തെ സ്മൃതി എന്ന് പറയുന്നത്. സ്മരിക്കുക, ഓർമ്മിക്കുക. സ്മൃതി ഓർമ്മയിൽ വെക്കേണ്ടത്, ശ്രുതി കേട്ട് ശാശ്വതമായി നിലനിർത്തേണ്ടത്. ശ്രുതി എന്ന് പറയുന്നത് വേദം, സ്മൃതി എന്ന് പറയുന്നത് ധർമ്മശാസ്ത്രം. ഈ ധർമ്മശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് എങ്ങനെയാണ് ഒരു സഹോദരൻ, സഹോദരി, ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ, പൗരൻ, ആചാര്യൻ, മന്ത്രി, അങ്ങനെയുള്ളവരെല്ലാം ജീവിക്കേണ്ടത് എന്ന് പ്രായോഗിക തലത്തില്, അപ്ലൈഡ് തലത്തില് വിവരിക്കുന്ന ഗ്രന്ഥമാണ് രാമായണവും മഹാഭാരതവും എന്നും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സൂചിപ്പിക്കുകയുണ്ടായി. ഈ രാമായണം എന്തിനാ എല്ലാ പ്രാവശ്യവും എല്ലാ മാസവും നമ്മൾ വായിക്കുകയോ കഥകൾ കേൾക്കുകയോ അതിലെ നന്മകൾ ജീവിതത്തിൽ പകർത്തുകയോ ചെയ്യണമെന്ന് പറയുന്നത്? ധർമ്മശാസ്ത്രം വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ കുറേ കഴിയുമ്പോൾ ബോറിംഗ് ആണ്, അത് നമുക്ക് മുഷിപ്പ് തോന്നും. പക്ഷേ അനുഭവത്തിലൂടെ വിവരിക്കുന്നത് കൊണ്ടാണ് ഇതിഹാസത്തിന് ഇതി ഇഹ ആസീത് ഇതി ഇതിഹാസ, ഇപ്രകാരമാണ് ഇവിടെ ഭാരതത്തില് ഉണ്ടായിരുന്നത്, ഇപ്രകാരമാണ് ഉണ്ടായിരുന്നത്. മറ്റൊരർത്ഥത്തില് ഈ ധർമ്മത്തിന്റെ പന്ഥാവിലൂടെയാണ് ഭാരതം ചലിച്ചിരുന്നത്, മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അത് ശ്രീരാമന്റെയും സീതയുടെയും ലക്ഷ്മണന്റെയും ഭരതന്റെയും ധർമ്മപുത്രരുടെയും എല്ലാം സന്ദേശങ്ങളിലൂടെ നമ്മളോട് പറയുമ്പോൾ നമുക്ക് ജീവിതഗന്ധിയായ അനുഭവങ്ങൾ ഉണ്ടാവുന്നു. നമ്മൾ തന്നെയാണ് ശ്രീരാമൻ, നമ്മൾ തന്നെയാണ് ലക്ഷ്മണൻ, നമ്മൾ തന്നെയാണ് ഭരതൻ എന്ന് അല്പനേരത്തേക്ക് മനസ്സിലൊന്ന് ചിന്തിച്ചാൽ അവര് ചെയ്യുന്നതില് ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായത് നമുക്ക് പകർത്താൻ സാധിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ രാമായണവും മഹാഭാരതവും ധർമ്മശാസ്ത്രം തന്നെയാണ്. വേദത്തിൽ നൽകിയിരിക്കുന്ന സന്ദേശങ്ങള് ജീവിതത്തിൽ പകർത്തേണ്ടത് എങ്ങനെയാണെന്ന് ഉപദേശിച്ച് ധർമ്മശാസ്ത്രത്തിൽ നൽകിയിരിക്കുന്നത് പ്രയോഗിച്ച് അപ്ലൈഡ് ഫീൽഡില് നമ്മളെ കാണിച്ചിരിക്കുന്നതാണ് ഇതിഹാസം.
ഇതിഹാസത്തില് രാമായണം എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം. രാമ അയനം, രാമനിലേക്ക് പോവുക, രാമനിലുള്ള നല്ല ഗുണങ്ങളെ നമ്മളുടെ ജീവിതത്തിലേക്ക് പകർത്താം. അങ്ങനെ പറയുമ്പോൾ രാമനിലുള്ള ചീത്ത ഗുണങ്ങളെ നമ്മളിലേക്ക് പകർത്തരുത് എന്ന അർത്ഥമുണ്ടോ? അതും അർത്ഥമുണ്ട്. എന്താ കാരണം? സ്വഗ്രാമേ പൂർണ്ണമാചാരം അന്യഗ്രാമേ തദർത്ഥകം പട്ടണേതു തത്പാദം യാത്രേ ബാലാദാചരത്തെ. രാമൻ ചെയ്തിരിക്കുന്ന കാലഘട്ടം നോക്കണം, രാമന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കണം, രാമൻ ജീവിച്ചിരുന്ന ചുറ്റുപാടുകൾ നോക്കണം, ആ കുടുംബത്തിന്റെ പ്രത്യേകത നോക്കണം. ഇതൊന്നും അല്ല നമ്മളുടേതെങ്കിൽ നമ്മൾ രാമനെ പോലെ ആവാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ അബദ്ധാവും. അതുകൊണ്ട് രാമന്റെ ജീവിതത്തില് അടിസ്ഥാന മാനുഷിക മൂല്യങ്ങളുള്ളതെല്ലാം നമ്മളുടെ ജീവിതത്തില് നമുക്ക് പകർത്താൻ സാധിക്കണം. ഇതേ വിഷയത്തെ കുറിച്ച്, ധർമ്മശാസ്ത്രത്തിന്റെ അപ്ലൈഡ് ഭാഗത്തെ കുറിച്ച് കുറച്ചുകൂടി ഗഹനമായിട്ട് അടുത്ത ഒരു ക്ലാസ്സിൽ കൂടി വിവരിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ശാശ്വതമായ നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ പ്രണാമം, നമസ്കാരം.